ഹായ്, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ലോഗ്. അപ്പൊ നമ്മുടെ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാം സെറ്റ് ആക്കി ആളെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അൺബോക്സിങ് ചെയ്ത് കാണിക്കാനും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല കേട്ടോ. സീരിയസ്ലി പറയാലോ, ഞാൻ ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാത്ത ഒരാളാണ്. അപ്പം ഇച്ചായൻ കളിക്കുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഈ ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. സോ ഇച്ചായൻ തന്നെ പറഞ്ഞു തരും ഇതിന്റെ യൂസർ റിവ്യൂ ഒക്കെ ഇനി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോസിൽ വരും. എല്ലാരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനല്. അപ്പൊ നമുക്ക് അൺബോക്സിങ് കണ്ടാലോ. ഹായ്, അപ്പൊ രമ്യ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് PS5 അൺബോക്സിങ്ങിലോട്ട് പോവാം. അൺബോക്സിങ് നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് ഞാനിപ്പോൾ അതെല്ലാം തിരിച്ചെടുത്ത് വെച്ചു. ഇനി ഇതിനെ ഒന്ന് ഇതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്താ പറയാ ഗെയിമിങ്ങിന്റെ ഒരു റിവ്യൂ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇത് PS5 സ്ലിം എഡിഷൻ ആണ്. അതായത് നേരത്തെ ഉള്ള റെഗുലർ PS5-നെക്കാട്ടിലും സൈസ് കുറച്ചൊരു കുറവാണ് ഈ PS5-ന്. അതുകൂടാതെ ഇത് ഡിജിറ്റൽ എഡിഷൻ ആണ്. സോ നമുക്ക് ഡിസ്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. രമ്യ വില കുറഞ്ഞ് കണ്ടതെന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. എനിവേ നമുക്കിതിൽ ഡിസ്ക് സെപ്പറേറ്റ്ലി പർച്ചേസ് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പോൾ കറന്റ്ലി ഉള്ള ഈ ഒരു ഡിവൈസിൽ നമുക്ക് പ്ലേ സ്റ്റേഷന്റെ സ്റ്റോറിലുള്ള ഗെയിംസ് എല്ലാം നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരു CD യൂസ് ചെയ്യാം. അതായത് ബ്ലൂറേ ഡിസ്കിന്റെ ആ ഒരു ഫെസിലിറ്റി ഈ എഡിഷൻ ഇല്ല. അതാണ് ഇതിന് മറ്റേ നമ്മുടെ റെഗുലർ അതായത് ഈ സ്ലിം എഡിഷനിൽ തന്നെ ഡിസ്കുള്ള മോഡൽസും ഉണ്ട്. അതിനെ അപേക്ഷിച്ചിട്ട് എമൗണ്ട് കുറയുന്നതിനുള്ള മെയിൻ ഒരു കാരണം ഈ ഒരു ഡിസ്ക് അതായത് ബ്ലൂറേ ഡ്രൈവ് ഇതിൽ ഇല്ലാത്തത് കൊണ്ടാണ്. സോ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ അപ്പോൾ ഇതിൽ ബോക്സിൽ അതിൻ്റെ നോർമൽ ഇതുണ്ട്. ബോക്സ് എനിക്ക് തോന്നുന്നു രമ്യ വന്നതിന് ശേഷം ഇതിൻ്റെ ഓപ്പൺ ബോക്സ് ഡെലിവറി ഒരു വീഡിയോ കാണിച്ചു തന്നു. അപ്പോൾ അതിലൊന്ന് മനസ്സിലായി ഈ ബോക്സ് അതുകൊണ്ടാണ് ഈ ഒരു ഗതിയിൽ എത്തിയതെന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ചെയ്യാം, ഇതിൻ്റെ സീലും കാര്യങ്ങളും. ഇതില് നേരത്തെ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് സോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് കേബിൾസ് വരുന്നത് ഒരു HDMI കേബിൾ വരുന്നുണ്ട്. ഇത് 4K 120 ഹെർട്സിന്റെ കേബിളാണ്. സോ ദെൻ നമ്മുടെ റെഗുലർ പവർ കേബിൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൺസോളിൽ അതായത് നമ്മുടെ ജോയ്സ്റ്റിക്ക് ചാർജ് ചെയ്യാനായിട്ട് C2C ഒരു കേബിൾ വരുന്നുണ്ട്. പിന്നെ ഓക്കെ, അടുത്ത് ഈ സ്ലിം എഡിഷന്റെ വേറൊരു ഡ്രോബാക്ക് ആണ് ഇതിന്റെ ഒരു സ്റ്റാൻഡ്. സോ ഇതിലൊരു സ്റ്റാൻഡ് വരുന്നില്ല. ആ സ്റ്റാൻഡ് നമ്മൾ ഈ പറഞ്ഞതുപോലെ അതും വേറെ പർച്ചേസ് ചെയ്ത് വേണമെങ്കിൽ വെക്കണം. അതർവൈസ് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ സ്റ്റാൻഡാണ് ഇതിൽ വരുന്നത്. എന്നിട്ട് നമ്മുടെ സോ ഇനി മെയിൻ ഐറ്റത്തിലോട്ട് പോവാം. PS5 ഇത് സോണിയുടെ വാറണ്ടി കാർഡും അതുപോലെ നമുക്ക് ഇൻസ്റ്റലേഷന്റെ ചെക്ക് ലിസ്റ്റ് ആൻഡ് യൂസർ മാനുവലും ഒക്കെ ആണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ PS5. നമ്മുടെ റെഗുലർ PS5-നെക്കാട്ടിലും വളരെ ലൈറ്റ് വെയിറ്റും സൈസ് വളരെ കുറവുമാണ്. ഇത് ഈ കാണുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു CD ഡ്രൈവ് നമുക്ക് ഈ ഒരു പാനൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ പാനൽ മാത്രമല്ല, എല്ലാ പാനലും റിമൂവ് ചെയ്യാൻ പറ്റും. ഈ പാനൽ റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ അറ്റാച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു CD-ന്റെ ആ ഒരു സൈഡ് അതിന്റെ ബാക്ക് കവർ, അതായത് ഈ CD-യുടെ പുറത്ത് വരുന്ന ആ ഒരു ബാക്ക് കവർ നമുക്ക് ആ ഒരു ഡ്രൈവ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്. സോ ഇതാണ് അതിന്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ്. സോ പിന്നെ നമുക്ക് ഇതിൽ ഫ്രണ്ടിൽ 2 C ടൈപ്പ് വരുന്നുണ്ട്. അതിന്റെ പവർ ഓൺ ബട്ടൺ വരുന്നുണ്ട്. ബാക്കിൽ വരുമ്പോൾ 2 USB 3.0 വരുന്നുണ്ട്. ഒരു LAN കണക്ഷൻ വരുന്നുണ്ട്. പവർ കേബിൾ
ദെൻ HDMI പോർട്ട്. ഇത്രയും ഇതിൽ വരുന്നത്, ഹ്യൂജ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് മേജറായിട്ട് ഈ ഒരു ബോക്സിനകത്ത് കിട്ടുന്നത്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് നോക്കാം. നമുക്കത് HDMI കേബിള് TV-യിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി. ഇപ്പം നമ്മൾ HDMI കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഏതായാലും ഇവിടെ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യണം. ഇപ്പോഴത്തേക്ക് കേബിൾ മാനേജ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ സബ് വൂഫർ കുറച്ച് നീക്കി വെക്കാം. ഇനി പവർ കേബിൾ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ഓൺ ചെയ്യാം. HDMI 1 ആണെന്നാണ് തോന്നണത്, ബാക്കിൽ കണക്ട് ചെയ്തത്. HDMI 1 അല്ല കേട്ടോ. പ്ലേ സ്റ്റേഷൻ. വെയിറ്റ് ചെയ്യുന്നു. ഹെയിന് ഇപ്പോഴേ പ്രശ്നം തുടങ്ങി. ഇവിടെ ഇരുന്നു അപ്പൊ കാണിച്ചു തരാം. നിക്ക്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൈഫൈ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈഫൈ 2.5 GHz ഉണ്ട്, 5 GHz ഉണ്ട്. അപ്പോൾ നമുക്ക് 5 GHz തന്നെ കണക്ട് ചെയ്യാം ഇവിടെ. ദെൻ പാസ്വേഡ് ആണ്. Wait. ഇനി ഇതിൽ നമുക്ക് 3 പവർ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ലോ പവർ യൂസും, ഒപ്റ്റിമൈസ്ഡ് എക്സ്പീരിയൻസും, പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഏതായാലും ഇപ്പോഴത്തേക്ക് ഒപ്റ്റിമൈസ്ഡ് എക്സ്പീരിയൻസ് സെലക്ട് ചെയ്യാം. ദെൻ അവരുടെ യൂസർ എഗ്രിമെന്റ്, ലൈസൻസിന്റെ ഇതൊക്കെയാ, നമുക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് പോവാം. എന്താണോ അതാരും വായിച്ചു നോക്കാറില്ല. ഓക്കെ, നമുക്ക് അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്. നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് വരുന്നുണ്ട്.
അപ്പൊ നോക്കട്ടെ. അടിയുണ്ട്. ചേർന്നത് കാണാൻ പറ്റുന്നുണ്ടോ? നേരെ ചെറുതായിട്ടൊന്ന് കറണ്ട് പോയായിരുന്നു. അപ്പൊ നെക്സ്റ്റ് നമുക്കിനി സൈൻ ഇൻ ആ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ആൾറെഡി തന്നെ PS5-ന്റെ PS ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആൾറെഡി നമ്മൾ ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അത് ത്രൂ ഇത് സ്കാൻ ചെയ്ത് ലോഗിൻ ചെയ്യാവേ. അതിൽ സെറ്റിങ്സിൽ നമുക്ക് കൺസോൾ മാനേജ്മെന്റ് ഉണ്ട്. അതിൽ സ്കാൻ QR കോഡ്, ബ്രോ വെയിറ്റ് ചെയ്യുന്നു. സൈനിങ് ആയിട്ടുണ്ട്. ഹേനുവിന് കൺട്രോളർ കൊടുക്കാത്തതിന്റെ വിഷമത്തിൽ ഹേനു ഇരിക്കുകയാണ്. ഹേനു ഏത് ഗെയിം കളിക്കും? കൺട്രോളർ തന്ന എന്ത് ചെയ്യും? ഗെയിം കളിക്കുവോ? ഗെയിം കളിക്കാൻ അറിയാവോ? ഏത് ഗെയിം കളിക്കും? ഏത്? ഓക്കെ, നമുക്കിനി ഒരു പാസ്കോഡ് ഇടാം. ഹേനു ഓ തരാം. സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഹേനുവിന് ഗെയിം കളിക്കാൻ തരാവേ. തരാം. നീ ഒന്ന് മിണ്ടാ. ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം അനദർ കൺസോൾ. എനിക്ക് കൺസോൾ ഒന്നും ഇല്ല. വെൽക്കം ടു പ്ലേ സ്റ്റേഷൻ 5. അപ്പൊ നമ്മുടെ ഇനിഷ്യൽ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ഡാഷ്ബോർഡിലോട്ട് വന്നു. സോ അപ്പൊ ഇതിൽ ആൾറെഡി ഒരു ഫ്രീ ഗെയിം ഉണ്ടാവും. അതാണ് ഈ ആസ്ട്രോസ് പ്ലേ റൂം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി ഈ ഒരു ഡ്യുവൽ സെൻസ് കൺട്രോളറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ സോണി തന്നെ ഇറക്കിയിട്ടുള്ളത്. ഇതിലിപ്പോ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പ്ലേ സ്റ്റേഷന്റെ ഏകദേശം കൺസോളുകൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. PS3, PS4, പ്ലേ സ്റ്റേഷന്റെ തന്നെ VR ഗ്ലാസ് വരുന്നുണ്ട്. അപ്പൊ അതില് ആ ഒരു വൈബ്രേഷൻ ഫുള്ള് നമുക്കറിയാൻ പറ്റും. ഹലോ.
അപ്പൊ നമ്മുടെ ക്യാരക്ടർ ഇത് എത്തിയിട്ടുണ്ട്. അപ്പൊ ദാവ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇനി നോക്കിനി ഇത് അപ്പൊ ഇതെന്റെ കൺട്രോൾ സെന്റർ ആണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം. നമ്മുടെ ഹോം വരുന്നത്. സോ അപ്പൊ ഇതാണ് പ്ലേ സ്റ്റേഷന്റെ സ്റ്റോർ വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഗെയിംസുകൾ വരണുണ്ട്. സോ ഇതേപോലെയുള്ള ഡിജിറ്റൽ ഗെയിംസ് നമുക്ക് ഇതിൽ ഓരോന്നിൻ്റെയും പ്രൈസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്രീ ഗെയിംസും വരുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രീ ഗെയിമാണ്. സോ ഇത് പെയ്ഡാണ്. എല്ലാത്തിനും എമൗണ്ട് അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസ് കളിക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ അല്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. സോ നെക്സ്റ്റ് നമ്മൾ ഇനി ഒരു ഗെയിംസ് ഡൗൺലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടൊക്കെ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. സോ എനിവേ, താങ്ക് യു.